കുറെ നേരമായിട്ട് ഞാൻ ശാരദയെ കാത്തു നിൽക്കുമായിരുന്നു. ചില സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വരണ്ടേ? അതെ അതെ, നമ്മൾ പിടികൊടുക്കരുത്. അതിരിക്കട്ടെ, വീട് വാങ്ങല് അതെതുവരെയായി? പറയാം. അതിനു മുമ്പ് ഗൾഫിലുള്ള അനുജത്തിയുടെ 24ാമത്തെ സാരിയുടെ കാര്യം. 23 വരെ നമ്മൾ പറഞ്ഞു നിർത്തി. 24ാമത്തെ സാരി അതൊരു ഇളം നല്ല വൈറ്റില് പച്ച പൂട്ട സാരിയാ. കേട്ടിട്ട് മതിയാവുന്നില്ല. ആ 12ാമത്തെ സാരിയെ കുറിച്ച് കേട്ടപ്പോഴായിരുന്നു. പക്ഷേ ആ 25ാമത്തെ അത്ര ഒരു രസം കാണത്തില്ല. പക്ഷേ 30ാമത്തെ സാരി അത് പറഞ്ഞു തുടങ്ങിയ ശാരദ ഇവിടെ നിലത്ത് നിൽക്കത്തില്ല. വേണ്ട, നമുക്ക് ക്രമമായിട്ട് പറഞ്ഞു പോയാ മതി. ഇടയിൽ കയറി പറയണ്ട. ശരി ശരി. പിന്നെ അവിടുത്തെ കാര്യം പറയാം. വീട് വെക്കാൻ വേണ്ടി ഏതോ ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു? 5 ലക്ഷം. 5 ലക്ഷം. 5 ലക്ഷം? ഓ, 5 ലക്ഷം. അതെ, ഈടായിട്ട് എന്താ കൊടുത്തത്? ഈ വീടാ? സ്വന്തം വീടായിരുന്നെങ്കിൽ എനിക്ക് ഈ വീട് ഈട് കൊടുക്കായിരുന്നു. വരട്ടെ ചേച്ചി, ആ 25ാമത്തെയും കൂടി പറഞ്ഞിട്ട്. അതെ, ഇന്ന് എനിക്കൊരു മൂടില്ല ശാരദ. 5 ലക്ഷം അവള് ലോൺ എടുത്തെന്ന് കേട്ടപ്പോ മനപ്രയാസം. 25ാമത്തെ നമുക്ക് നാളെ പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരും കാണാതെ പൊക്കോ. ചെല്ല്. ആ പയ്യെ വന്ന പോലെ അങ്ങ് പൊക്കോ. 5 ലക്ഷം രൂപ. ഹോ, ഹലോ. പത്മകുമാറേ, വരാറായില്ലേ? ആര് വരാറായില്ല? ഒന്ന് പോ ചേട്ടാ. ഇതാർക്ക്? ഇതെനിക്കാ. വിശക്കുമ്പോ കഴിക്കാൻ. ചോറ് കൊണ്ടുപോകാറില്ല, ഒരു ചോക്ലേറ്റ് എടുത്ത് പോക്കറ്റ് ഇടും. എന്നോട് നമ്പർ ഇടല്ലേ മോനെ. പത്മകുമാറിനെ പോലുള്ള ചെറുപ്പക്കാരെ ഞാൻ ഇന്നും ഒന്നിലല്ല കണ്ടു തുടങ്ങിയത്. ഇത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കല്ല ഈ ചോക്ലേറ്റ്. ഹലോ ഈ ഷർട്ട് എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. പത്മകുമാറ, അത് ശരി. അപ്പൊ എല്ലാവർക്കും ചോക്ലേറ്റ്. അപ്പൊ നീ ഇത് എനിക്ക് തന്നതല്ലേ? നിങ്ങളായി നിങ്ങളുടെ പടായി നിന്നെ ചേച്ചി പോടാ നീ. ഓ, ഞാനിന്ന് ഓഫാണ്, മനസ്സിലായ? രമേശ കളിക്കരുത്. നീ എന്റെ കാലുപിടിച്ച് നടക്കാൻ ജോലി വന്നത് എന്ന് വെച്ച് ഒരു തൊഴിലാളിക്ക് ന്യായമായ അവകാശങ്ങളുണ്ട് കേട്ടാ. അത് അടിയറ വെക്കുമെന്ന് ആരും വിചാരിക്കണ്ട, മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യ്. അപ്പുറത്തെ 3ാമത്തെ പോസ്റ്റിനോട് പോയില്ലേ? ഞാൻ ഇവിടെ ആദ്യം വന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവിടുത്തെ പോസ്റ്റിന്റെ മുട്ടിപ്പോയി നിൽക്കാം. എനിക്ക് മുമ്പ് നീ കാണണ്ട. നീ അവിടെ പോയി അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ ഫ്രണ്ടിൽ പോയി ഇന്ന് കണ്ടോളാം, മനസ്സിലായ? നിന്റെ ഞാൻ മലയാളത്തിലാ പറയുന്നത്. എന്തോ നീ അപ്പുറത്ത് പോ. നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ പറ. യു ഗോ എന്ന് പറഞ്ഞാ പറ്റില്ല. വ്യാകരണം വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കാം. പറയടാ. ഓ, ഞാൻ അവിടെ ഷർട്ട് ഉടഞ്ഞു പോകും. എങ്ങനെയുണ്ട് ഈ ഷർട്ട്? ഇത് സംഗതി പ്രശ്നവും കേട്ടോ. ഇതിനോട് എന്റെ ചേച്ചിയെ മര്യാദയ്ക്ക് പറഞ്ഞു വിലക്കണം കേട്ടോ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണു മൂക്കൊന്നും കാണത്തില്ല, പറഞ്ഞേക്കാം. നീ എന്തിന്റെ ചുമ്മാ കഥകളി മുദ്രയെ കാണിക്കണേ? നിന്റെ കഥകളിയൊക്കെ കലാമണ്ഡലത്തിൽ മതി കേട്ടാ. ഇവന്റെ ചേച്ചി സാരി കഥകൾ പറഞ്ഞ് എന്റെ ഭാര്യ ആ വീട്ടുകാരുടെ ഭക്ഷണം ചേർക്കുകയാണ്. അത് ശരിയാണ്. കൊച്ചിയല്ലേ പറയണം. നീ വേണോ അത് തട്ടി വിലക്കേണ്ടിയിരുന്നത്? ഇത് ശരിയായില്ല. ഓ, പിന്നെ ഏതാണ് ശരി? ശരിയും തെറ്റൊന്ന് പറഞ്ഞു തരണം. അല്ല, പോട്ട് പോവാനാ. എവിടെ പോവാ? നീ കേക്കണം. അവന്റെ ചേച്ചി ഉണ്ടല്ലോ, സാരിയൊക്കെ അലമാരയിൽ നിന്നെടുത്ത് എന്റെ ഭാര്യ കാണുന്ന രീതിയിൽ ഇതാണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കും. ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ വരാലി മീനിനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കും പോലെ. എന്റെ ഭാര്യ അവളാണെങ്കിൽ പിന്നെ അതിലും വലിയ വാപ്പളന്ത സാധനം. ഈ ആനയെ കൊച്ചു പിള്ളേർ നോയിക്കൊണ്ട് നിൽക്കും പോലെ ആന്നും പറഞ്ഞ് നോയിക്കൊണ്ട് നിൽക്കും. എന്റെ ചേച്ചി സാരി എനിക്ക് മുന്നിനെ നോക്കുന്നത്. പത്മകുമാറ, നീ പോ.
ഈ രമേശിനാ പറയണ നീ പോ. നോക്ക്, ഞാൻ ലാസ്റ്റ് വാണിംഗ് ആയിട്ടാണ് പറയണത് കേട്ടാ. പത്മകുമാര നീ പോവാൻ പറഞ്ഞില്ലേ, പോ ധൈര്യമായിട്ട്. എന്തായാലും മറ്റേ കൊച്ചങ്ങ് പോയി, ഇനി പൊയ്ക്കോണം രണ്ടുപേര്. എന്തിനാ അങ്ങനെ പറയണത്? എന്താടാ ഒറ്റ മൂളല്ലങ്ങ് നിർത്തി കളഞ്ഞു. എന്നാ കേട്ടോടാ മൂളല്. പത്മകുമാർ പോ പോ പോടാ, പോടാ, പോടാ. പോ, പോ. കലക്കി, കലക്കി. ആ കുട്ടിയുടെ മുമ്പ് വെച്ച് പത്മകുമാരൻ ഇത്രയും പറഞ്ഞതിൽ അവന്റെ മാർക്കറ്റ് ഇടിച്ചേട്ടാ. നിന്നെയും 10 പറയേണ്ടതാ. ചേട്ടാ നാണമില്ലടാ മര്യാദ കിടക്കണം കൊച്ചു പിള്ളേരെ പുറകെ നടക്കാൻ. അയ്യോ ചേട്ടാ, വെറുതെ ഒരു രസം. അല്ല ചേട്ടൻ നമ്മളോട് ചൂടാവണ്ട, നമ്മള് ചെറുപ്പക്കാരാണെന്നെങ്കിലും പറയാം. പക്ഷെ ആ അമ്മാവനെ ഏതമ്മാവൻ? മറ്റേ അമ്മാവനെ ഒറ്റപ്പെടലിന്റെ തുരുത്ത്. എന്റെ അമ്മോ, കില്ലാടിയല്ലേ കില്ലാടി. അങ്ങേര് പൊടിക്കുന്ന പൊടി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വെറും ശിശുക്കളാ. അപ്പൊ ഞാൻ പോട്ടേട്ടാ, ബിസിയാ ബിസി. അമ്മാവനും തുടങ്ങിയ ഈ പരിപാടി. സുഗുണം തന്നെ നീറ്റ്. La, la,